الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി കണക്ട് ചെയ്തു, ബന്ധപ്പെടുത്തി. അതിൽ ഒന്ന് അഖായിദുകളാണ്, രണ്ടാമത്തേത് ഇബാദാത്തുകളാണ്, 3 മുആമലാത്ത്, 4 മുആശറാത്ത്. ഇത് 4ഉമാണ് ദീൻ. ഒന്നാമത്തേത് അഖീദ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി. അതിനുശേഷം ഇബാദാത്ത്, അത് 5 നേരത്തെ നിസ്കാരം തൊട്ട് തുടങ്ങി അങ്ങോട്ടുള്ള ഓരോ അമലുകൾ. മൂന്നാമത്തേത് മുആശറാത്ത്, ആളുകൾ തമ്മിലുള്ള ഇടപാടുകൾ, ഹുഖൂഖുകൾ, ഹുഖൂഖുൽ ഇബാദ്. 4 മുആമലാത്ത്, കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ, കച്ചവടം, സാമ്പത്തിക മേഖല. ഇത് മൊത്തത്തിലാണ് ദീനുൽ ഇസ്ലാം. പക്ഷെ ഇന്ന് പൊതുവെ ഈ 4 ആദ്യം പറയപ്പെട്ടതിനോട് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ട് കേൾവിക്കനുസരിച്ച് ഇങ്ങനെ പോന്നു വന്നത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. എന്നാൽ ശേഷം അങ്ങോട്ടുള്ള ബാക്കി 3 ഒരുപാട് ചർച്ചകളുണ്ട്, പഠനങ്ങളുണ്ട്, പ്രോത്സാഹനങ്ങളുണ്ട്, നസീഹത്തുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ 3 100% ഒരാൾക്ക് ക്ലിയർ ആയാലും അഖീദ ശരിയായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 100ൽ 99.99 ആയാലും ബാക്കി 3 ശരിയാവില്ല. അത് 100 കൃത്യമാകുന്നത് വരെ. അതാണ് അഖീദയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് സലഫുകളായ ഉലമാക്കൾ നമുക്ക് അഖീദയുടെ പഠനത്തിന് അത്ര പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞു തന്നത്. ഇതേപോലുള്ള കിതാബുകളും ചെറുകൃതികളും ആ വിഷയത്തിൽ അവർ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. അത് നമ്മൾ അഖീദ എന്താണെന്ന് പറഞ്ഞു. അത് മുറുകെ പിടിക്കുന്നവരായ അഹ്ലുസുന്ന വൽ ജമാഅ എന്താണ്, അതിൽ നിന്നും വേർപെട്ടു പോയിട്ടുള്ളവർക്ക് പറയുന്ന പേരുകൾ എന്താണ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇനി വസ്സലഫു ഹും അസ്ഹാബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഇത്തബഅഹും വസാറ അലാ ത്വരീഖതിഹിം മിൻ അഇമ്മത്തി الدين മിൻ അഹ്ലിൽ ഖുറൂനി الثلاث المفضല. ആരാണ് സലഫുകൾ? സലഫി എന്ന വാക്കിന് ലുഗത്തൻ, ഭാഷാപരമായി അർത്ഥം പറഞ്ഞാൽ അൽ ജമാഅത്തുൽ മുതഖദ്ദിമൂൻ, മുൻകഴിഞ്ഞു പോയ ആളുകൾ എന്നതിനർത്ഥമുള്ളൂ. സലഫ യസ്ലുഫു, അതാണ് ഫിഅൽ. സലഫ എന്ന് പറഞ്ഞാൽ മുന്നിൽ കഴിഞ്ഞു പോയി, അതാണ് ലുഗത്തൻ ആ വാക്കിനർത്ഥം. ഏതുപോലെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തിന് ഈ 2 അർത്ഥങ്ങൾ ഉള്ളതുപോലെ നമ്മളിപ്പോ സാധാരണ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ചും കേട്ടു, ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യ എന്ന് പറയുന്ന 2 കാറ്റഗറി ബിദ്അത്തിലുണ്ട്. ശരിയാണ്, അത് തെറ്റല്ല, ആ വാദം ശരിയാണ്. പക്ഷെ ഏതർത്ഥത്തിലാണ് ശരി, ഏതർത്ഥത്തിലാണ് തെറ്റ്, അത് മനസ്സിലാക്കുന്നതിലാണ് ആളുകൾക്ക് അബദ്ധം സംഭവിച്ചത്. ഇബ്തദഅ എന്ന വാക്കിന് ലുഗത്തൻ, അറബി ഭാഷയിൽ അർത്ഥം മുൻപേ ഇല്ലാത്തൊരു കാര്യം ഇപ്പൊ ഉണ്ടാക്കി എന്നാണ്. ഇബ്തദഅ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു പേരുണ്ട്, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ ഉണ്ടാക്കിയവൻ. അത് ഭാഷാപരമായിട്ടുള്ള അർത്ഥമാണ്. ആ ബിദ്അത്ത് ഹസനത്തും ഉണ്ട്, സയ്യിഅത്തും ഉണ്ട്. ഉദാഹരണം, ഈ മൊബൈൽ ഒരു ബിദ്അത്താണ്.
കാരണം ഇത് മുമ്പില്ല, ഇപ്പൊ ഉണ്ടായതാണ്. ഇതിൽ ഹസനത്തുണ്ട് സയ്യത്തുണ്ട് ലുഗതൻ. എന്നാൽ ഇസ്തിലാഹൻ സാങ്കേതികാർത്ഥം ശർഈയായ അർത്ഥത്തിൽ എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദു. ദീനിൽ മുമ്പില്ലാത്തത് പുതുതായിട്ടുണ്ടാക്കൽ, അതിലെന്തില്ല? ഹസനത്തെന്ന് സയ്യത്തെന്ന് വേർതിരിവില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല. അതേപോലെയാണ് സലഫ് എന്ന പദം. നമ്മൾ സലഫി എന്ന പേരിൽ അറിയപ്പെടുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. സലഫി എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ ഒരു കിരീടമാണ്. സൗദി ഉലമാക്കളോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങളെ ഒരു കൂട്ടക്കാര് സലഫി എന്ന് വിളിച്ചിട്ട് തരംതിരിക്കുന്നുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഇസ്സ. നമ്മളങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇസ്സത്താണ്, അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം എന്താ വാക്കിനർത്ഥം? മുൻകഴിഞ്ഞു പോയവരെ പിൻപറ്റുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം. സലഫി. മുജാഹിദ് എന്ന് പേര് വന്നത് മുജാഹിദ് സംഘടനയിലേക്ക് ചേർത്ത് വിളിച്ചിട്ടാണ്. പിന്നെ വഹാബിത വന്നതോ അതും അവിടെയും വലിയ ഒരു കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടാവാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലയിലേക്ക് ചേർത്തിട്ടാണെങ്കിൽ നമ്മൾ വിളിക്കേണ്ട പേരെന്താണ്? മുഹമ്മദി. കാരണം ഷെയ്ഖിന്റെ പേര് മുഹമ്മദ് എന്നാണ്. പക്ഷെ മുഹമ്മദി എന്ന് വിളിച്ചാൽ ആളുകൾക്ക് കൂടുതൽ എന്ത് ചെയ്യും? അടുപ്പം വരും, ആകർഷിക്കുമ്പോ ഇവനാണോ മുഹമ്മദികൾ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഷെയ്ഖിനെ വിട്ടിട്ട് ഷെയ്ഖിന്റെ ഉപ്പാപ്പന്റെ പേരിലേക്ക് ചേർത്തിട്ട് വഹാബി എന്നാക്കി, അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിട്ട്. അബ്ദുൽ വഹാബുമായിട്ടൊരു ബന്ധവും വയ്ക്കില്ല. അതുകൊണ്ട് പക്ഷെ ഈ പറഞ്ഞ അബ്ദുൽ വഹാബുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. നമ്മുടെ കണക്ഷൻ അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദുമായിട്ടാണ്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്നതെങ്കിൽ എന്ത് വിളിക്കണം? മുഹമ്മദി എന്ന് വിളിക്കണം. അത് വിളിച്ചാൽ ശരിയാവൂല എന്ന് കണ്ടതിനെ കൊണ്ട് അവർ എന്താക്കി? ഉപ്പാപ്പയിലേക്ക് ചേർത്ത് വിളിച്ചു. അപ്പൊ സലഫി എന്ന പദം അത് ശരിക്കും അഭിമാനിക്കാവുന്നൊരു പദം. പക്ഷെ പുറമെ അഭിമാനിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിനോട് ചോദിക്കേണ്ടത് ഞാനൊരു സലഫി ആവുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. ആ മുൻഗാമികളെ പിൻപറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ പേര് എനിക്ക് ശരിക്കും ഒരു കിരീടം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു കാപട്യം മാത്രമാണ്. അപ്പൊ സലഫ് എന്ന വാക്കിനർത്ഥം ലുഗതൻ അൽ ജമാഅത്തുൽ മുതഖദ്ദിമൂൻ വസലഫുൽ ഇൻസാൻ. അപ്പൊ മനുഷ്യരുടെ മുൻഗാമികൾ എന്ന് പറയുന്ന ആരെ പറ്റിയായിരിക്കും? ഭാഷാപരമായി പറഞ്ഞാൽ ആബാഉഹും അൽ മുതഖദ്ദിമൂൻ. മുൻകഴിഞ്ഞു പോയ അവരുടെ പിതാമഹന്മാർക്കെല്ലാം എന്ത് പറയാം? നമ്മളുടെ സലഫുകൾ. അത് ആ അർത്ഥത്തിലാണ്. എന്നാൽ വഫിൽ ഇസ്തിലാഹി, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥം, ശർഇൽ നിയമമാക്കപ്പെട്ട അർത്ഥം. ഹും അവർ അഥവാ സലഫുകൾ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ്. വമൻ തബിഅഹും അവരെ പിൻപറ്റിയവരുമാണ്. വസാറ അലാ ത്വരീഖതിഹിം അവരുടെ വഴിയിൽ സഞ്ചരിച്ചവരുമാണ്. മിൻ അഇമ്മത്തിദ്ദീൻ ദീനിന്റെ ഇമാമുകളിൽപ്പെട്ട. മിൻ അഹ്ലിൽ ഖുറൂനി സലാസ അൽ മുഫദ്ദല ശ്രേഷ്ഠമാക്കപ്പെട്ട ഉത്തമമായ ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരായ ആളുകൾ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവർക്ക് നമ്മൾ എന്ത് പറയില്ല? ഇസ്തിലാഹൻ സലഫ് എന്ന് പറയൂല. അതായത് നമ്മൾ മുൻഗാമികൾ എന്ന് പറയുന്ന ആരെ പറ്റിയ? ഒന്ന് സഹാബാക്കളെ പറ്റിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ. രണ്ടാമത് അവരുടെ ശിഷ്യന്മാരായി വന്ന താബിഈകൾ. മൂന്നാമത് അവർക്ക് ശിഷ്യരായിട്ടുള്ള തബഉ താബിഈകൾ. ഈ 3 നൂറ്റാണ്ടുകാർക്കാണ് നമ്മൾ സാങ്കേതിക അർത്ഥത്തിൽ എന്തു പറയുന്നത്? സലഫ്. അപ്പൊ മുൻഗാമിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ആര്? 100 കൊല്ലം മുമ്പുള്ള ഇമാമിനെ പിൻപറ്റലല്ല. 50 കൊല്ലം മുമ്പുള്ള ഖത്തീബ് എങ്ങനെയായിരുന്നു എന്ന് പറയാനല്ല. 100 കൊല്ലം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് പറയാനല്ല. ഉത്തമമായ ആ 3 നൂറ്റാണ്ട്, ആദ്യത്തെ 300 കൊല്ലം, അക്കൊല്ലത്തിൽ ഇങ്ങനെയായിരുന്നു, അതിനെ ഞാൻ പിൻപറ്റുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുൻഗാമി. അപ്പൊ അഖീദപരമായിട്ടുള്ള കാര്യങ്ങളായാലും മറ്റെന്ത് ദീനിന്റെ വിഷയമായാലും സലഫുകളെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, സഹാബാക്കളെ, താബിഈകളെ, തബഉ താബിഈകളെ. അതാണ് സലഫ്. കാരണം ഇനി ഇങ്ങോട്ട് വന്നവരാരും മുഫദ്ദലായ കാലഘട്ടക്കാരല്ല. ഈ 3 കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ നുബുവത്തിന്റെ നാവ് കൊണ്ട് ഷഹാദ ചെയ്തതാണ്. ഖൈറുൽ ഖുറൂനി ഖർനി, ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, അഥവാ ഞാനും സഹാബാക്കളും ജീവിച്ചിരിക്കുന്ന കാലം. അതുകൊണ്ട് ആ കാലം നമുക്ക് മാതൃകയാണ്. റസൂലുള്ളാഹി നാവ് കൊണ്ട് പറഞ്ഞു.
സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് തുടർന്നു വരുന്നവർ താബിഈകൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടും തുടർന്നു വരുന്നവർ താബിഈകൾ. ഈ 300 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് ഖൈർ എന്ന് പറഞ്ഞതാണ്. ആ ഖൈറായ കാലഘട്ടമാണ് നമ്മളുടെ സലഫ്, മുൻഗാമികൾ. അതുകൊണ്ട് സലഫിയാണ് നീ. അതെ, നീ ആരെ പിൻപറ്റുന്നു? അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ തബിഅഹും മിൻ അഇമ്മത്തിദ്ദീൻ, ദീനിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട അവരെ സഹാബത്തിനെ റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റിയിട്ടുള്ള, സഹാബാക്കളെ പിൻപറ്റിയിട്ടുള്ള ആ ഉത്തമമായ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ. ഇതാണ് നമ്മുടെ സലഫുകൾ. അതുകൊണ്ട് ഇനി മുൻഗാമികൾ എന്ന് പറയും. സംഘടനാപരമായി നമ്മുടെ മുൻഗാമികൾ ആരാ? നമുക്കറിയാവുന്ന നേതാക്കന്മാരാണ്. കേനമിന്റെ 100 കൊല്ലത്തെ ഒരു സംഘടന പരിചയമുള്ള ഒരാള് നമ്മുടെ സംഘടനയിലുള്ള മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ ദീനിൽ നമ്മുടെ സലഫുകൾ എന്ന് പറഞ്ഞാൽ അവരാരുമല്ല. മറിച്ച് നമ്മുടെ സലഫുകൾ റസൂലുള്ളാഹിന്റെ കാലം, താബിഈന്റെ കാലം, തബഉ താബിഈന്റെ കാലം. ഇതാണ് സലഫുകൾ. അന്നുണ്ടോ എങ്കിൽ ഇന്നത് ദീനാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, മാ ലം യകുൻ യൗമഇദിൻ ദീന, അന്ന് ദീനല്ലാതിരുന്ന ഒരു കാര്യം. എന്ന്? ആ കാലം, അഥവാ ഈ ഖൈറുൽ ഖുറൂൻ, ഈ 3 നൂറ്റാണ്ട്, 300 കൊല്ലം, ആ 300 കാലത്തിൽ ദീനല്ലാതിരുന്നൊരു കാര്യം. ലം യകുൻ അൽ യൗമ ദീന, ഇന്നൊരിക്കലും അതെന്താവൂല, ദീനാവൂല. ദീനായിട്ട് എന്തെങ്കിലും കാര്യത്തെ പറയണമെങ്കിൽ നമ്മുടെ സലഫുകൾ അത് ചെയ്തിരിക്കണം. ആരാ സലഫുകൾ? ഈ 300 കൊല്ലം ജീവിച്ച ആളുകൾ. ഇനി സലഫിന്റെ നേരെ വിപരീതമായ പദമാണ് അൽ ഖലഫ്. വയുഖാബിലു അസ്സലഫ, സലഫ് എന്ന വാക്കിനോട് എതിരിട്ട് വരുന്നു അൽ ഖലഫ്. ഖലഫ് എന്ന വാക്ക്, ഖലഫ് എന്ന് പറഞ്ഞാൽ ഫിൽ ലുഗ, ഭാഷാപരമായി അൽ മുതഅഖിർ, പിന്തിയവൻ. അതായത് കുല്ലു മൻ യജീഉ ബഅദ മൻ മദ, കഴിഞ്ഞുപോയ ആളുകൾക്ക് ശേഷം വന്നവൻ. ഇതാണ് ഖലഫ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അപ്പൊ നമ്മൾ ശരിക്കും എന്താണ്? ഖലഫാണ്. നമ്മൾ ഖലഫാണ്. നമുക്ക് മുമ്പ് കുറെ ആൾക്കാർ കഴിഞ്ഞു പോയി, അതിന്റെ പിൻഗാമിയാണ് നമ്മൾ. ഖലഫ് ഭാഷാപരമായി നമുക്ക് ഖലഫ് എന്ന് പറയാം, മുൻഗാമികൾക്ക് സലഫ് എന്ന് പറയുന്ന പോലെ. എന്നാൽ വഫിൽ ഇസ്തിലാഹി, സാങ്കേതികാർത്ഥത്തിൽ, ശർഇന്റെ അർത്ഥത്തിൽ ഖലഫ് എന്ന് പറഞ്ഞാൽ മൻ ഖാലഫ ത്വരീഖത്തൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു ഫീ ബാബിൽ അഖീദ, അല്ലെങ്കിൽ ഫീ ബാബിൽ അഖായിദ്. ആദർശപരമായ, വിശ്വാസപരമായ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ സ്വഹാബത്തിനോടും എതിര് കാണിച്ചവൻ, അവനാണ് ശർഇൽ ഖലഫ് എന്ന് പറയുക. ഉദാഹരണത്തിന് കൽ ഖവാരിജ്, ഖവാരിജികളെ പോലെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഖവാരിജ് എന്ന് പറയുന്ന ആളുകൾ സലഫാണ്, ഭാഷാപരമായി പറഞ്ഞാൽ മുമ്പ് വന്ന ടീമാണ്. എന്നാൽ സാങ്കേതികാർത്ഥത്തിൽ അവർ നമുക്ക് ഖലഫുകളാണ്. എന്തർത്ഥത്തിൽ? പ്രവാചകന്റെ വഴിയോട് എതിര് കാണിച്ചവരാണ് എന്ന അർത്ഥത്തിൽ ഖവാരിജുകൾ ഖലഫുകളാണ്. അവരെന്ത് ചെയ്തു? ഖാലഫ ത്വരീഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി ഫീ ബാബിൽ അഖായിദ്. അതങ്ങനെ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാണ്. ഖലഫുകൾ എന്ന് പറഞ്ഞാൽ മൻ ഖാലഫ ത്വരീഖത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി ഫീ ബാബിൽ അഖായിദ്, വിശ്വാസപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയോടും സഹാബത്തിന്റെ വഴിയോടും എതിര് കാണിച്ചവൻ, അവനാണ് ഖലഫ് എന്ന് സാങ്കേതികാർത്ഥത്തിൽ പറയുക. ഖവാരിജികളെ പോലെ. കാരണം ഖവാരിജികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ നിന്നും തെറ്റി എന്ന് പറയാനുള്ള കാരണം അവർ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ അവർക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു. അതെന്തിനെതിരാ? ത്വരീഖത്തുൻ നബിക്ക് എതിരാണ്, ത്വരീഖത്തു അസ്ഹാബിൻ നബിക്ക് എതിരാണ്. റാഫിദകളെ പോലെ. ആരാ റാഫിദി? ഷിയാക്കളെ പോലെ. വകഅഹ്ലിൽ കലാം, അഹ്ലുൽ കലാമിനെ പോലെ. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഖദ്ദമുൽ അഖ്ലൽ ബശരി അല നുസൂസ് ശർഇയ്യ,
ശറഇന്റെ നസ്സുകൾക്കെതിരിൽ അവർ മനുഷ്യന്റെ ബുദ്ധിയെ മുന്തിച്ചു. അവരാണ് അഹ്ലുൽ കലാം. ഇന്നുണ്ട് ഖുർആനും ഹദീസും എന്ന നസ്സ്, ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അതിനെ പിന്നോട്ട് വെച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇവരെന്ത് ചെയ്തു? ഇവരുടെ ബുദ്ധിയെ ഉപയോഗിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഖുർആനും ഹദീസും ഒന്നും അല്ലാതായി. ഖുർആനിലും ഹദീസിലും തെറ്റ് വരുന്ന പോലെയായുള്ള വർത്താനം. ഖുർആനും ഹദീസും അവർ അവരുടെ ബുദ്ധിയോട് ചേർത്ത് വായിച്ചപ്പോൾ അവർക്ക് തിരിയാതെ വന്നു. കാലഘട്ടത്തിനനുസരിച്ച് പ്രായോഗികമല്ല എന്ന വാദങ്ങൾ വരാൻ തുടങ്ങി. ഇത് 6-ാം നൂറ്റാണ്ടിന്റെ നിയമമാണെന്ന് പറയാൻ തുടങ്ങി. എപ്പോൾ? അവർ അഹ്ലുൽ കലാമിൽപ്പെട്ട ഖലഫായപ്പോൾ. ഖലഫ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വഴിക്ക് എതിര് കാണിച്ചവൻ ആയപ്പോൾ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഥവാ നമ്മളുടെ അഖലിനെ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അഖൽ ആവശ്യമില്ല എന്ന് പറയുന്നില്ല ദീൻ. കാരണം ഖുർആൻ തന്നെ ചോദിക്കുന്നത് അഫലാ തഅഖിലൂൻ അഫലാ തദബ്ബറൂൻ, ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ട്. അഖൽ ആവശ്യമാണ്. പക്ഷെ നസ്സ് വന്നാൽ ഖാല അല്ലാഹ്, ഇതാ അല്ലാഹ് ഇങ്ങനെ പറയുന്നു, ഖാല റസൂലുള്ളാഹ്, ഇതാ റസൂലുള്ളാഹ് ഇങ്ങനെ പറയുന്നു, വഫഹ്മു സഹാബ, ഇതാ സഹാബാക്കൾ ഇങ്ങനെയാണ് ഈ ആയത്തും ഈ ഹദീസും വ്യാഖ്യാനിച്ചത് എന്ന നസ്സ് മുമ്പിൽ കിട്ടിയാൽ അതെനിക്ക് തിരിയുന്നില്ലല്ലപ്പ എന്ന് പറയലാണ് അഹ്ലുൽ കലാം. അവർ ഖലഫുകളാണ്. കൽ ജഹ്മിയ്യ വൽ മുഅ്തസില വൽ അശാഇറ വൽ ഖദരിയ്യ വൽ മുർജിഅ വഗൈരിഹിം. ഈ പറയപ്പെട്ട ടീം എല്ലാം അതിൽപ്പെട്ടതാണ്. ജഹ്മിയാക്കൾ, ജഹ്മു ബിൻ സഫ്വാന്റെ ടീം കഴിഞ്ഞ നമ്മൾ പറഞ്ഞു. വൽ മുഅ്തസില, ഹസൻ ബസ്രിയുടെ ക്ലാസ്സിൽ നിന്നും അവരെ വിട്ടുപിരിഞ്ഞ് പോയവർ, ശറഇന്റെ നിയമങ്ങളോട് യോജിക്കാതെ. വൽ അശാഇറ, അശ്അരികൾ, നമ്മുടെ നാട്ടിലെ തബ്ലീഗുകാർ. വൽ ഖദരിയ്യ, ഖദരികൾ, ഖദറിന്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവർ. വൽ മുർജിഅ, മുർജിഅക്കാർ, ഈമാനെ ഭാഗിച്ചവർ. മുർജിഅക്കാർ എന്താ? അഹ്ലുസുന്നന്റെ അഭിപ്രായത്തില്, ഈ വിഷയം വരും പിന്നീട്, അഹ്ലുസുന്നന്റെ അഭിപ്രായത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാ? അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ ജവാരിഹ്. മാഷാ അല്ലാഹ്. യസീദു ബിൽ ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഇതാണ് ഈമാൻ. ഒന്ന് ഹൃദയം കൊണ്ട് സത്യമാക്കൽ, വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, കൽബ് അംഗീകരിച്ചിട്ട് പറയണം. കൽബിൽ അംഗീകാരമില്ലാതെ പുറമെ നാവ് കൊണ്ട് പറഞ്ഞാൽ മുനാഫിഖ്. എന്നാൽ കൽബ് കൊണ്ട് അംഗീകരിച്ചു, എന്നാൽ പുറമെ പറയാൻ കഴിയുന്നില്ല. ഖുറൈശികളുടെ ജാഹിലിയത്ത്, അബൂ താലിബിനെ പോലെ കൽബ് കൊണ്ട് സത്യം ചെയ്തു, പക്ഷെ പുറത്ത് പറഞ്ഞില്ല. ഇത് രണ്ടും ഈമാനല്ല. ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യമാക്കണം. 2 അൽ ഇഖ്റാറു ബിൽ ലിസാൻ, അത് പ്രഖ്യാപിക്കണം. ഉദാഹരണത്തിന് ഗൾഫിലൊക്കെ പോയി വരുമ്പോഴേക്കും ഏകദേശം തൗഹീദ് പിടുത്തം കിട്ടും. കാരണം ഈ കൂട്ടുന്ന് പുറത്തു പോകുമ്പോഴേ കൂടുതൽ കേൾക്കാനും പഠിക്കാനും തുടങ്ങുള്ളൂ. തൗഹീദായി, സുന്നത്തായി, അവിടുന്ന് 2 വർഷത്തോളം അതനുസരിച്ച് ജീവിച്ചു. നാട്ടിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടൊരു പേടി വരും. പ്രകടമായി പോകുമോ, ആൾക്കാർ അറിയുമോ, ബുദ്ധിമുട്ടാവൂലേ, പ്രയാസാവൂലേ. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്നും തൗഹീദിന്റെ കുപ്പായം ഊരി ശിർക്കിന്റെ കുപ്പായോടും അവന് മുഅ്മിൻ എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അൽ ഇഖ്റാറു ബിൽ ലിസാൻ ഈമാന്റെ ഒരു ഭാഗമാണ്. വിശ്വസിച്ചത് പ്രഖ്യാപിക്കൽ. വൽ അമലു ബിൽ ജവാരിഹ്. 3 കൽബ് കൊണ്ട് സത്യമാക്കിയ, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചതിനെ അമലി രംഗത്ത്, നിസ്കാരം പോലെയുള്ള കർമ്മങ്ങളിൽ ജീവിച്ച് കാണിക്കൽ. മുർജിഅക്കാർ എന്ത് ചെയ്തു? അമലിനെ മാറ്റിവെച്ചു. അവരെന്ത് പറഞ്ഞു? ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് സത്യമാക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും മാത്രമേ ഉള്ളൂ. അമലിനെ ഈമാന്റെ കൂട്ടത്തിൽ പെടുത്തേണ്ടതില്ല. മുർജിഅ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? ഇവിടുത്തെ കള്ളു കുടിച്ചു. അമ്മ പറഞ്ഞു, അതാ കള്ളു കുടിക്കാൻ പാടില്ല. അതിന് കള്ളുടിയും ഈമാനും തമ്മിൽ തഖ്വ, അത്തഖ്വ ഹാഹുന. കള്ളുടി മാറ്റി ബന്ധമില്ല, ഹൃദയത്തിലാണ് തഖ്വ. കള്ളുടി വേറെ, ഈമാൻ വേറെ. ഒഴിച്ച പലിശ വാങ്ങി, അവിടെ പലിശ ഹറാമല്ലേ? അത്തഖ്വ ഹാഹുന. തസ്ദീഖ് ഉണ്ട്, പക്ഷെ അമലിനെ അവരതിന്റെ കൂട്ടത്തിൽ കൂട്ടിയില്ല, അതിനെ മാറ്റിവെച്ചു. പക്ഷെ അഹ്ലുസുന്ന പറഞ്ഞു അമല് വേണം. കാരണം യസീദു ബിത്താഅ, അമല് കൊണ്ടാണ് ഈമാൻ വർദ്ധിക്കുക. വയൻഖുസു ബിൽ മഅസിയ, പാപങ്ങളെ കൊണ്ട് ഈമാൻ കുറയും. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ നല്ലൊരു ദിവസം തഹജ്ജുദ് തൊട്ട് ഇങ്ങോട്ടുള്ള ഇബാദാത്തുകളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ രാത്രി ഉറങ്ങുന്ന സമയം നമ്മുടെ ഈമാന്റെ പൊലിമ നമുക്ക് തിരിയും.
എന്നാൽ ആ ഒരു ദിവസം നമ്മൾ തീരെ ശ്രദ്ധയില്ല, നിസ്കാരം ശ്രദ്ധിച്ചില്ല, സമയം ഗൗനിച്ചില്ല, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു ഈമാൻ ഇല്ലാത്തൊരവസ്ഥ. ഈമാൻ 3 തരത്തിലാണ്. ഒന്ന് അഖസ്, പിന്നെ ഖാസ്, പിന്നെ ആം. ഈമാനുൽ അഖസ് മലക്കുകളുടെ ഈമാൻ, ലാ യസീദു വലാ യൻഖുസ്, കൂടുതലുമില്ല കുറയുന്നില്ല, അത് അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈമാനുൽ ഖാസ് ഈമാനുൽ അംബിയ, യസീദു വലാ യൻഖുസ്, കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും ഈമാൻ കുറയൂല പ്രവാചകന്മാർക്ക്. പിന്നെ നമ്മൾ ആമിന്റെ ഈമാൻ യസീദു വയൻഖുസ്, കൂടുകയും ചെയ്യും കുറയും ചെയ്യും. ശരി, അപ്പൊ ഇവരെ പോലെ അഖിലിനെ മുന്തിച്ച് നസ്സുകളെ പിറകോട്ട് മാറ്റിയവർ, അവരാണ് ശരിക്കും പറഞ്ഞാൽ ഖലഫുകൾ. എന്തർത്ഥത്തിൽ? സാങ്കേതിക അർത്ഥത്തിൽ. അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നവർ യസീറൂന, അവർ സഞ്ചരിക്കും അലാ മൻഹജിസ് സലഫ്, സലഫുകളുടെ മാർഗത്തിൽ. അല സലഫ്, ആ 300 കൊല്ലക്കാരുടെ മാർഗത്തിലായിരിക്കും അഹ്ലുസുന്ന സഞ്ചരിക്കുക. അല്ലദീന, ആ വിഭാഗം അഥവാ മുൻഗാമി എന്ന് പറഞ്ഞാൽ ഫീ മുഖദ്ദമിഹിം അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ആദ്യത്തെ സഫിലുള്ളതാരാ? റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ, നമ്മുടെ സലഫുകളുടെ. വ അലാ റഅസിഹിം അൽ ഖുലഫാഇർ റാഷിദൂൻ, ആ ആദ്യത്തെ സഫിന്റെ മുൻപന്തിയിലുള്ളത് 4 ഖലീഫമാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരാണ് നമ്മളുടെ സലഫുകൾ. അഹ്ലുസുന്ന അവരുടെ മാർഗേണ, അവർ കാണിച്ച വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും. ഇംതിസാലൻ ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അനുസരിച്ചുകൊണ്ടാണ് അഹ്ലുസുന്ന അങ്ങനെ സഞ്ചരിക്കുന്നത്. ഏത് വാക്ക്? അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊള്ളുക, എനിക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊള്ളുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോളും. ആ വാക്കനുസരിച്ചുകൊണ്ട് നാം അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ ആ സലഫുകളുടെ മാർഗത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മൾ അഹ്ലുസുന്നയിൽ പെട്ടതാണെന്നറിയാൻ കൊടി നോക്കേണ്ടതില്ല, സംഘടന നോക്കേണ്ടതില്ല, പേരുകൾ നോക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിച്ചാൽ മതി, ആ സലഫുകളുടെ വഴിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നീ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നീ സലഫിയ അഥവാ ആ സലഫിനെ പിന്തുടരുന്നവനാണ്, ഇല്ലെങ്കിൽ സലഫി എന്ന പേര് നമുക്ക് ചേരൂല. മാത്രമല്ല, എന്തുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഈ സലഫുകളുടെ വഴിയെ സഞ്ചരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സുഇല, തങ്ങളോട് ചോദിക്കപ്പെട്ടു, അനിൽ ഫിർഖത്തിൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗത്തെ സംബന്ധിച്ച്. ഖാൽ, അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ, ആരാണ് വിജയിച്ചവൻ? ഒരുത്തനാണ്. കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. വിജയിച്ചവൻ ഒരുത്തനാണ്. കാന, അവനായിരിക്കുന്നു, അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഏതൊന്നിലാണോ ഉള്ളത് അതിലാരായോ അവനാണ് ഫിർഖത്തുൻ നാജിയയിൽ പെട്ടവൻ. അപ്പൊ നമ്മൾ വെറുതെ സലഫീന്നും മുജാഹിദും വഹാബിന്നും മണ്ണ് നടത്തിയിട്ട് കാര്യമില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മൾ സംസാരിക്കുന്ന നമ്മൾ മുജാഹിദുകളാണ്, തൗഹീദിന്റെ ആൾക്കാരാണ്. ഖുറാഫികളോ മുശ്രിക്കീങ്ങളോ കാഫിരീങ്ങളോ മുർത്തദ്ദുകളോ അല്ല. കാരണം അവർക്ക് ഇത് ഹിദായത്തിലേക്ക് വന്നിട്ട് വേണം ഇത് ചർച്ച ചെയ്യാൻ. നമ്മൾ ദീനിന്റെ ആൾക്കാരാണ്. നിങ്ങൾ നോക്കിയില്ലേ, നാട്ടിൽ എന്തോരം കള്ളത്തരങ്ങൾ നടക്കുന്നു, എത്ര ആൾക്കാർ മോശത്തരം ചെയ്യുന്നു. എന്നാലും നമ്മൾ ആരെങ്കിലും ചെയ്താൽ, നീ എന്നാലും മുജാഹിദായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ? അല്ലേ? പലിശ എടുത്തു, നീ എന്താ മുജാഹിദായിട്ട് പലിശ എടുക്കുന്നു? കല്യാണം അടിച്ചു പൊളിച്ചു, മുജാഹിദായിട്ട് എന്താ ഇങ്ങനത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ദീനിന്റെ അഹ്ലുകാർ സലഫികളാണ്, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെ പറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ. വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി, ഞാനും എന്റെ സഹാബാക്കളും ഇന്ന് ഏതൊന്നിലാണോ ഉള്ളത് അതിലാരുണ്ടോ അവനാണ് ഫിർഖത്തുൻ നാജിയ അഥവാ രക്ഷപ്പെട്ട ടീം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ ആ വഴിക്ക് സഞ്ചരിക്കുന്നത്. കമാ അന്നഹും യൻതസിബൂന ഇലാ മദ്ഹബിസ് സലഫ്, അതുകൊണ്ടാണ് ഇവർ ഈ അഹ്ലുസുന്ന വൽ ജമാഅന്റെ ആളുകൾ സലഫിന്റെ മദ്ഹബിലേക്ക് ചേർത്ത് പറയപ്പെടുന്നത്. അഥവാ എന്ത് വിളിക്കുന്നു?
സലഫി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്, അവരുടെ മാർഗം പിന്തുടരുന്നത് കൊണ്ടാണ്. സലഫിനെ പിൻപറ്റുന്ന ആളുകൾക്ക് സലഫി എന്നതുകൊണ്ടാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ സലഫു സാലിഹ്യങ്ങളുടെ അഖീദ എന്തായിരുന്നോ അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അവരെ സലഫി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സാലിഹ്യങ്ങളായ ആ മുൻഗാമികളെ പിൻപറ്റി ഇവരുടെ കൂട്ടത്തിൽ പെട്ടത് കൊണ്ടാണ് സലഫി എന്ന് വിളിക്കുന്നത്. വഹാദിഹി തസ്മിയ, ഈ പേര് വെക്കൽ, ഏത് സലഫികളെ പിൻപറ്റുന്നവർക്ക് സലഫി എന്നുള്ള പേര് കിട്ടിയത് മുവാഫഖത്തുൻ ഫിൽ മഅന, അർത്ഥത്തിൽ യോജിച്ച ഒരു പേരാണ്. മുതലക്കുളം പോലെയല്ല എന്നർത്ഥം. ഇന്ന് നമ്മുടെ നാട്ടിൽ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നറിയപ്പെടുന്നവർ മുതലക്കുളം പോലത്തെ പേരാണ്. കാരണം കുളമുണ്ട്, മുതലയില്ല. അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നുള്ള പേരുണ്ട്, പക്ഷെ ഇത്തിബാഉ സലഫ് തീർത്തുമില്ല, തീരെയില്ല. പുതിയ പുതിയ ക്ലിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബോധ്യപ്പെടുന്നത് അവർക്ക് ഇത്തിബാഇല്ല എന്നല്ല, ബോധം തന്നെ ഇല്ലാതാണ്. അമ്മാതിരി പുതിയ ക്ലിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സലഫികൾക്ക് ഈ പേര് വെക്കപ്പെട്ടാൽ അത് മുവാഫഖത്തുൻ ഫിൽ മഅന, അർത്ഥത്തിൽ യോജിച്ച പേരാണ്. ലിതസ്മിയതിഹിം ബിഅഹ്ലിസ് സുന്ന, കാരണം അഹ്ലുസ് സുന്ന എന്ന പേര് അവർക്ക് വെക്കുന്നത് സലഫി എന്ന് പറയുന്നതിനോട് യോജിച്ച പേരാണ്. ഇപ്പം സലഫുകളെ ഇത്തിബാഅ് ചെയ്യുന്നവർക്ക് അഹ്ലുസ് സുന്ന എന്ന് പറയുന്നു. അതുപോലെ അർത്ഥത്തോട് ചേർക്കുന്ന ഒരു പേരാണ് സലഫി, അവരെ പിൻപറ്റുന്നത് കൊണ്ട്. لأن عقيدة السلف الصالح أصحاب النبي صلى الله عليه وسلم ومن سار على نهجهم هي ما كان عليه النبي صلى الله عليه وسلم. കാരണം ഈ സലഫുകളായ മുൻഗാമികളായ സഹാബാക്കളും അവരെ പിൻപറ്റിയവരുമായ താബിഈങ്ങളും തബിഈ താബിഈങ്ങളും ഒക്കെ അഖീദയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യോജിച്ചവരാകുന്നു. അതുകൊണ്ട് അവരോട് യോജിച്ചവർ റസൂലുള്ളാഹിനോട് യോജിച്ച പോലെയാണ്. അതുകൊണ്ട് അഹ്ലുസ് സുന്നന്നോ സലഫിന്നോ ഒക്കെ പറഞ്ഞാൽ പേര് വെറുതെ വെക്കുന്നതല്ല, അർത്ഥത്തിൽ യോജിച്ച പേര് തന്നെയാണ്. ചുരുക്കത്തില് സലഫ് എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു? മുൻഗാമികൾ. ലുഗതൻ, ശർഇൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും താബിഈങ്ങളും സഹാബാക്കളും താബിഈങ്ങളും തബിഈ താബിഈകളുമായ ഉത്തമമായ 3 നൂറ്റാണ്ടിൽ ജീവിച്ചവർക്കാണ് സലഫ് എന്ന് പറയുന്നത്. ഖലഫ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥത്തിൽ പിന്തുടർച്ചക്കാർ, പിൻഗാമികൾ എന്ന് പറയും. എന്നാൽ സാങ്കേതികാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ത്വരീഖിനോട് എതിരി കാണിച്ചവർ, ഇതാണ് ഖലഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലഫുകളെ ഇത്തിബാഅ് ചെയ്യുന്നവന് പറയുന്ന പേരാണ് സലഫി. ആ പേര് അർത്ഥത്തോട് യോജിക്കുന്ന കൃത്യമായ പേരും. അമ്മാമൻ സാറ അലാ മൻഹജിൽ ഖലഫ്, ഇനി ഖലഫുകളുടെ മൻഹജിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ ത്വരീഖയോട് സഹാബത്തിന്റെ ത്വരീഖയോട് വിയോജിപ്പ് കാണിച്ച എതിര് കാണിച്ചവരുടെ മൻഹജിനെ സ്വീകരിക്കുന്ന ആളുകൾ ഫയുഖാലു ലഹു ഖലഫി, ഓൻ എന്ത് പേര് പറയും? ഖലഫി എന്ന് പേര് പറയും, സലഫി എന്ന് പറയുന്ന പോലെ. വൽ ഖലഫു യഖറൂന ബിഹാദിഹി തസ്മിയ, ഈ പേരിനോട് തീർച്ചയായും അവർ ചേരുന്നവര് തന്നെയാണ്. ബൽ ഇന്ന കസീറൻ മിൻഹും, മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ അധിക പേരും യജ്തരിഉ, ധൈര്യം കാണിക്കുന്നു, ഫയുഫദ്ദിലു മദ്ഹബൽ ഖലഫി അലാ മദ്ഹബിസ് സലഫ്, ഖലഫുകളുടെ മദ്ഹബിനെ സലഫിന്റെ മദ്ഹബിനേക്കാൾ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു അവർ. എന്താ പറഞ്ഞത്? ഒന്ന്, ഖലഫി എന്നവരെ വിളിച്ചാൽ അത് തെറ്റൂല. ഇപ്പൊ ഇന്ന് വർത്തമാനകാലത്ത് ഈ അഹ്ലുസ് സുന്ന എന്ന് അറിയപ്പെടുന്ന ടീം, അതേപോലെ തന്നെ കണ്ടതിലും കേട്ടതിലും ഒക്കെ വിശ്വസിക്കുന്ന തബ്ലീഗുകാര്, പിന്നെ ബിദ്അത്തിന്റെ വക്താക്കളായ സൂഫികള്, ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഖലഫികളാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർ മൻഹജുസ് സലഫിന് എതിരി നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഖലഫി എന്ന് വിളിക്കുന്നത്. ആ പേര് അവർക്ക് യോജിച്ച പേരുമാണ്. മാത്രമല്ല, പേര് യോജിക്കുന്നു എന്ന് മാത്രമല്ല, ആ കൂട്ടക്കാർ കുറച്ചും കൂടി ധൈര്യം കാണിച്ചു. അവരെന്ത് ചെയ്തു? ഖലഫുകളുടെ മദ്ഹബിനെ, റസൂലുള്ളാഹിന്റെ തരീഖത്തിനോട് എതിരിട്ട ആളുകളുടെ മാർഗത്തിനെ സലഫുകളുടെ മാർഗത്തെക്കാൾ നല്ലതായി വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളി, ഈ ഖലഫികളുടെ വാദങ്ങളില് സലഫുകളുടെ ഉദ്ധരണികൾ വളരെ കുറവായിരിക്കും. അതൊരു പറയൂല.
എന്നാൽ ഇങ്ങോട്ട് വരുന്ന ആളുകളെ ആയിരിക്കും അവർ തെളിവിന് ഉദ്ധരിക്കുക. തബ്ലീഗിനെ പോലത്തെ സൂഫികളാണെങ്കിൽ ഉദ്ധരിക്കാൻ ഒന്നും ഉണ്ടാവേണ്ടില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് തബ്ലീഗുകാർക്കെതിരെ പ്രമാണം വെച്ച് സംസാരിച്ചൂടെ? ഞാൻ ചോദിച്ചു, ഏത് പ്രമാണം? അവരുടെ കൈവൽ എന്തെങ്കിലും വേണ്ടേ പ്രമാണം പറഞ്ഞിട്ട് അങ്ങോട്ടും പറയാൻ? ആകെ എന്തേ ഉള്ളൂ, ഫളായിലിന്റെ കിതാബുണ്ട്. വേറെ ഇപ്പം അവരുടെ കിതാബിൽ ഇങ്ങനെയുണ്ട്, ഇവരുടെ കിതാബിൽ ഇങ്ങനെയുണ്ടെന്ന് പറയുന്ന ഒരു കിതാബ് അവർക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു മൻഹജ് തന്നെ തബ്ലീഗുകാർക്കില്ല. അവരൊക്കെ ഏത് കിതാബ് അവരുടെ കൈമിലുള്ളത്, ഈ ഫളായിലിന്റെയും മറ്റൊക്കെ. മൻഹജ് എന്ന് പറയുന്ന സംഗതി ഇല്ല. അതുകൊണ്ടാണ് മൗലൂദാവട്ടെ, റാത്തീബാവട്ടെ, ഖുതുബിയ്യത്താവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, ഒരു ചെറിയ ഒരു പാർട്ട്ണർഷിപ്പ് തബ്ലീഗുകാർക്ക് അതിലുണ്ടാവും. അതെന്തിനായിരിക്കും? ഒപ്പിക്കാൻ. അതായത് നമ്മളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളും നമ്മൾ തമ്മിലില്ല എന്ന് കാണിക്കാൻ. അങ്ങനെ കാണിക്കേണ്ടി വരുന്നത് മൻഹജ് ഇല്ലാത്തത് കൊണ്ടാണ്. സലഫികൾക്ക് അത് കാണിക്കാൻ സാധിക്കാത്തത് അവർക്കൊരു മൻഹജ് ഉള്ളത് കൊണ്ടാണ്. മൻഹജു സലഫുസ് സാലിഹ്. കാരണം ഇതില്ല, അപ്പൊ നമുക്ക് കാണിക്കാൻ കഴിയില്ല. അവർക്ക് അങ്ങനത്തെ ഒരു മൻഹജ് ഇല്ല. അതുകൊണ്ട് ഇതിന്റെ കൂടെ കൂടിയാലും പ്രശ്നമില്ല. ഇപ്പൊ അമീം മൗലവി പറഞ്ഞല്ലോ, എന്ത് മൗലൂദിന്റെ ഭക്ഷണം കഴിക്കുന്നത് ഹറാമാണെന്ന് പറയാൻ ഒരു തെളിവില്ല. അമീം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഒരു അമീം മൗലവി ഒരു സാധനമുണ്ട് തബ്ലീഗിന്റെ. സലഫി ഉലമാക്കളെ വിമർശിക്കൽ മാത്രമാണ് മൂപ്പരുടെ ജോലി. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിനൊക്കെ വളരെ ക്രൂരമായി വിമർശിക്കുന്ന ഒരു ടീമാണ്. മൂപ്പരുടെ ഒക്കെ ഭാവി അല്ലാഹു അഅലം. കാരണം ഉലമാക്കളെ പറ്റി സംസാരിക്കും. നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ ഭാവികളാണ്. പക്ഷെ ഇവരൊക്കെ അലിമീങ്ങളല്ലേ, അവരെ പറ്റിയൊക്കെ വളരെ ചീപ്പായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞതാ, മൗലൂദിന്റെ ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, അത് ഹറാമാണെന്ന് പറയാൻ ഒരു നിർവാഹമില്ലാണ്. കാരണം ഒരു മനഹജ് ഇല്ല. ഇനി ആകെ മനഹജ് ഉണ്ടെങ്കിൽ അവര് എന്ത് മനഹജ? ദൈവബന്ദി മസ്ലക്ക് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ദൈവബന്ദി മസ്ലക്ക്, അങ്ങനത്തെ ഒരു മസ്ലക്ക് അഹ്ലുസുന്ന വൽ ജമാഅക്കില്ല. അഹ്ലുസുന്ന വൽ ജമാഅക്കുള്ള മസ്ലക്ക് ഇതേ ഉള്ളൂ, മസ്ലക്കുസ് സലഫിസ് സാലിഹ്. അതാണ് ഈ ഉത്തമമായ നൂറ്റാണ്ടിലുള്ള ആളുകൾ. അവരുടെ മസ്ലക്ക് എന്താണോ അത് നമ്മളുടെ മസ്ലക്ക്. നിസാമുദ്ദീന്റെ ഉസൂല് പറയുന്ന കേട്ടിട്ടുണ്ടോ? തബ്ലീഗുകാര് നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഏത് UP? അല്ലല്ല, ദൈവത്തിന് തബ്ലീഗ് തമ്മിൽ ബന്ധമില്ല. നമ്മുടെ നാട്ടിലുള്ള കടുത്ത ശീഴി വർഗമായ കാന്തപുരം ടീമിനേക്കാൾ ഉമ്മത്തിന് അപകടകാരികളാണ് തബ്ലീഗുകാർ. അതിനുള്ളിൽ നിന്നാലേ മനസ്സിലാവുള്ളൂ, പുറത്തു നിന്ന് തിരിയില്ല. പുറത്തു തലം എന്ത് കാണുള്ളൂ? സുഖം തന്നെ, അത്ര തേച്ചിന, ചായ കുടിച്ചിന, ഇതേ കാണുള്ളൂ പുറത്തുനിന്ന്. പക്ഷെ ഉള്ള് അപകടമാണ്. അത് മൻഹജ് അറിയുന്നവർക്ക് അവരുടെ അപകടം തിരിയുള്ളൂ, ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് തരീഖത്തു സലഫുസ് സാലിഹ്, മുൻഗാമികളുടെ ആ ഒരു മാർഗം, അവർ അതിനെ വിട്ടു എന്നല്ല, അതിനേക്കാൾ, അതായത് നമ്മൾ സലഫികള് തബ്ലീഗുകാരോട് എടാ സലഫുസ് സാലിഹിന്റെ മൻഹജ് ഇങ്ങനെയാന്ന് പറയുമ്പോൾ ദൈവമധ്യ മസ്ലക്ക് ഇങ്ങനെയാണ്. അതാ ഇപ്പൊ പറഞ്ഞത്, യുഫദ്ദിലു മദ്ഹബൽ ഖലഫ്, പിന്നെ വന്നവരുടെ അല്ലെങ്കിൽ മദ്ഹബു സലഫിനോട് എതിരിട്ടവരുടെ മദ്ഹബിനെ അവർ ശ്രേഷ്ഠമാക്കും. അലാ മദ്ഹബിസ് സലഫ്, മുൻഗാമികളുടെ ആ മാർഗത്തെക്കാൾ അവർ അപകടകാരികളാണ്. അല്ലദീന ഫീ മുഖദ്ദമതിഹിം അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ സലഫി മദ്ഹബിന്റെ മുൻപന്തിയിലുള്ള ആരെങ്കിലും സഹാബക്കളാണ്. അവർക്കെതിരായിട്ടാണ് ഇവര് പറയുന്നത്. അവരെക്കാളുമാണ് പിന്നെ വന്നവരെ ഇവർ ശ്രേഷ്ഠവാന്മാർ ആക്കുന്നത്. وهذا اعتراف صريح منهم بمخالفة طريقتهم لطريقة أصحاب النبي صلى الله عليه وسلم. ഈ ഒരു വാദം, അത് വേണ്ട, നമുക്ക് നമ്മുടെ മനഹജ് ഉണ്ട് എന്ന് പറയുന്ന ഈ വാദം വളരെ വ്യക്തമായ പ്രകടമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ തരീഖത്തിന് എതിര് കാണിക്കുന്നതിന്റെ ഒരു തുറന്ന സമ്മതമാണ്. ഇഅ്തിറാഫ്. കാരണം അത് പൂർണ്ണമായിട്ടും അവർ വിട്ടു. സലഫ് അങ്ങനെയല്ലേ, നമ്മുടെ ഇമാം ഇങ്ങനെയാണ്, നമ്മൾ മനസ്സിലായല്ലേ? അങ്ങനെയല്ലേ ഹദീസില് ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ ഇങ്ങനത്തെ ഒരു മസലയില്ലേ, മദ്ഹബ് ഇങ്ങനത്തെ ഒരു മസലയുണ്ട്. അപ്പൊ ഇതിനെ അതിനേക്കാൾ ശ്രേഷ്ഠമായി കണ്ടു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മൻഹജിന് എതിരാണ് എന്നതിന്റെ തുറന്ന സമ്മതമാണ്. വല്ലത്തി കാന അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു മദ്ഹബിലാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത് അതിനെതിരാണ് അവർ പറയുന്ന വാദം. വകഫാ ബിഹാദാ ഇഅ്തിറാഫൻ ബിൽഇൻഹിറാഫി അനിൽ അഖീദത്തി സ്വഹീഹ, സഹീഹായ അഖീദയിൽ നിന്നും അവർ വ്യതിചലിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒന്നാം നമ്പർ തെളിവ് ഇത് മാത്രം മതിയാവും. ഏത് മാത്രം?
പിൻഗാമികളുടെ മദ്ഹബിനെ സ്വീകരിച്ച് മുൻഗാമികളിനേക്കാൾ നല്ലതായി കണ്ട് ആ പിൻഗാമികളെ ഫോളോ ചെയ്യുന്നു. മുൻഗാമികൾ അവർ ചർച്ച ചെയ്യുന്നേ ഇല്ല. തബ്ലീഗാരോട് നിങ്ങൾ സലഫു സാലിഹ്യങ്ങൾ അറിയുമെന്ന് ചോദിച്ചു നോക്കിയേ, അതെന്തെന്ന് ഭയം ചോദിക്കും. ആ പേര് കേട്ടിട്ടേ ഉണ്ടാവില്ല. ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി അറിയോ? അതെന്താണ് പോയി നിസാമുദ്ദീൻ ഉസൂൽ അറിയാം. ഇത്രയും ചേബാത്ത്. ഞാൻ എന്നെ പ്രസവിച്ചിട്ടതേ തബ്ലീഗിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തബ്ലീഗിനെ പറയുന്നു. 6 കാര്യങ്ങൾ അവരുടെ ഉസൂലാണത്. ഒക്കെ ഞാൻ ദുബൈയിൽ പോയപ്പോൾ അബുദാബിയിൽ വലിയൊരു മർക്കസ് ഉണ്ട് തബ്ലീഗിന്റെ. അപ്പോൾ അവിടെ കാസർഗോഡുള്ള ചില ചങ്ങായിമാർ കണ്ടപ്പോൾ അവിടുത്തെ അമീറിനോട് പറഞ്ഞു, നമുക്ക് സുബഹിക്ക് ശേഷം മൂപ്പരെ കൊണ്ടൊന്ന് ബയാൻ ചെയ്യിപ്പിക്കണം. അപ്പൊ അമീർ സാഹിബ് ഒരു പാകിസ്ഥാനിയാണ്. മൂപ്പരോട് ചോദിച്ചു, ചില്ല ലഗായാ ഹേ, മനസ്സിലായോ? അത് തബ്ലീഗാർക്കേ മനസ്സിലാവും, തിരിയില്ല. 40 ദിവസം പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞേ 4 മഹീന ലഗായ, 4 മാസം. ഞാൻ പറഞ്ഞേ तो फिर आप बयान करने का लायक नहीं है, പിന്നെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റൂല, ശരിയാവില്ല. എന്തായിരിക്കും കാരണം? ഈ 40 ദിവസം കൊണ്ട് 4 മാസം കൊണ്ട് അവരെന്താക്കുന്നറിയോ? പോകുന്ന ആളെ മൻഹജുൽ ഖലഫിലേക്ക് അങ്ങ് കണക്ട് ചെയ്ത് വെക്കും. അതേസമയത്ത് നമ്മൾ സംസാരിച്ചാലോ പോവാത്ത ആള് ഈ മദ്ഹബല്ല പറയാ, സലഫിന്റെ മദ്ഹബ് പറയും. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? പോയവരെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കുന്നത്. ആലിമീങ്ങൾ 8 കൊല്ലം അറബി കോളേജ് പഠിച്ചതിന് ശേഷം 1 കൊല്ലം ജമാഅത്ത് പോകണമെന്ന നിയമം. എന്തിനാത്? 8 കൊല്ലം കിതാബോധി പഠിച്ച ആള് കോഴിക്കോട് ഏതോ വാജിക്കാന്റെ ഒപ്പം 1 കൊല്ലം ജമാഅത്ത് പോകുന്നതിനാ? മൻഹജ് ഇങ്ങോട്ട് കണക്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു 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 പറഞ്ഞ് ലാസ്റ്റ് അവർ മെയിനിൽ എന്ത് വന്നാലും നിസാമുദ്ദീൻ ഉസൂല്, നിസാമുദ്ദീൻ അക്കാബിരിങ്ങൾ എന്നാ പറയാ, നിസാമുദ്ദീന്റെ മഹാന്മാര്. നമ്മളെന്താ പറയാ? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹി വഫഹ്മു സ്വഹാബ. ഇതാണ് വ്യത്യാസം, സലഫിയും ഖലഫിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒന്നാമത്തെ മസ്അല അഖീദ. അതുമായി ബന്ധപ്പെട്ട ഏകദേശ രൂപം നമ്മൾ പറഞ്ഞു. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല ഇസ്ലാമിലെ അഖീദയുടെ ചില പ്രത്യേകതകളാണ്. വലിൽ അഖീദതി അൽ ഇസ്ലാമിയ്യ ഖസായിസു കസീറ. ഇസ്ലാമിലെ അഖീദക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് അന്നഹ അഖീദത്തുൻ ഗൈബിയ്യ, അത് ഗൈബിയായ അഖീദയാണ്. ശറഹ് പറയുമ്പോൾ മനസ്സിലാവും. 2 അന്നഹ അഖീദത്തുൻ തൗഖീഫിയ്യ, തൗഖീഫിയായ അഖീദയാണ് ഇസ്ലാമിലെ അഖീദ എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും ആളുകളൊക്കെ പറയുന്ന പോലത്തെ ഒരു വിശ്വാസ ഒരു സംഹിതയല്ല ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതിന് 2 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഉണ്ട്. ഒന്ന് അന്നഹ അഖീദത്തുൻ ഗൈബിയ്യ. എന്താണ് ഈ ഗൈബ് എന്ന് പറഞ്ഞാൽ? അദൃശ്യമായത്. ജിന്നു വന്നപ്പോ അദൃശ്യമൊക്കെ എല്ലാവരും പഠിച്ചുപോയി. അൽ ഗൈബ്, ഗൈബ് എന്ന് പറഞ്ഞാൽ മാ ഗാബ അനിൽ ഹിസ്സി. നമുക്ക് ഹിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ? നമ്മൾ പറയില്ല, തൊട്ടിട്ടും കണ്ടിട്ടും രുചിച്ചിട്ടും മണത്തിട്ടും അറിയുന്നതിന് എന്താ പറയാ? അറിയാൻ സാധിക്കാത്തത്. അതായത് ഫലാ യുദ്രികു ബിശൈഇൻ മിനൽ ഹവാസിൽ ഖംസ്, 5 പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഗൈബ്. അപ്പൊ ജിന്ന് എന്തായാലും തന്നെ അതല്ല, അനുഭവിക്കാൻ പറ്റാത്തത്. എന്തുകൊണ്ട്? അസ്സമഉ, കേൾക്കാൻ പറ്റൂല. വൽബസറു, കാണാൻ പറ്റൂല. വല്ലംസു, തൊട്ടറിയാൻ പറ്റൂല. വശമ്മു, മണത്തറിയാൻ പറ്റൂല. വദ്ദൗഖു, രുചിച്ചറിയാനും പറ്റൂല. ഈ പറയപ്പെട്ട നമ്മളുടെ ആ ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം പുറത്താണ് ഗൈബായ കാര്യം. ഇപ്പൊ ജിന്നോ മനസ്സിലായില്ലേ? പറ്റുമല്ലോ, തൊട്ടിട്ടോ മണത്തിട്ടോ കണ്ടിട്ടോ അറിയാൻ പറ്റുമല്ലോ, വ്യക്തമല്ലേ? അപ്പം വിളിച്ചാലോ? വലിയ അപകടമാണ് ഈ വാദം. നമ്മൾ പറയും പോലല്ല. ഞാൻ ഇപ്പൊ ചിന്തിക്കും, ഞാൻ ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ മടിക്കേരി പോകുമ്പോൾ കാടാണല്ലോ. അപ്പൊ ഈ കാടിങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ വരും. അപ്പൊ ഞങ്ങൾക്ക് പൊട്ടൻ മീശ സംസാരിക്കാൻ പറ്റാത്ത ഒരാള്, അയാളിങ്ങനെ കാട്ടിൽ കൂടി പോകുമ്പോൾ ടയർ പഞ്ചറായി. അപ്പൊ ഇപ്പൊ ഫൈസൽ മുസ്താനൊക്കെ പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്ന പറയുന്നത്? വിളിച്ചാൽ കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത്. വിളിക്കാം, ഒറ്റപ്പെട്ട സ്ഥലമായി പോയി ചിലപ്പോൾ അവിടെ ഉണ്ടായേക്കാം.
ഈ പൊട്ടൻ എങ്ങനെയാ വിളിക്കുക? ഫൈസൽ മുസ്ലിയാരുടെ ക്ലാസ് കേട്ടൊരു പൊട്ടൻ, ആ പൊട്ടൻ എന്ത് ചെയ്യുന്നോളോ? അയ്യോ ജിന്നെ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ ടയർ പഞ്ചറായി പോയി പറയില്ലല്ലോ, വിചാരിക്കല്ലേ ഉള്ളൂ. പൊട്ടന് വിചാരിക്കാനേ പറ്റും. ആംഗ്യം ആരെങ്കിലും കണ്ടാലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ വിചാരിക്കലല്ലേ. വിചാരിച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ, ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് കേൾക്കോ ഇല്ലയോ? കേൾക്കുന്നു വിശ്വസിച്ചാലോ? മനസ്സിനുള്ളിലുള്ള അള്ളാഹ്ക്കല്ലാണ്ട് പറയാൻ അറിയാം. അപകടമാണ് അത്. ബോധ്യപ്പെട്ട് അതുകൊണ്ടാണ് എന്ത് തയ്യാറാവാത്തത്, ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാവാത്തത്. ഭയപ്പെടാൻ പാടില്ലല്ലോ. ഭയപ്പെടാൻ പാടില്ലല്ലോ. അതാ ഇപ്പം വരും. ഖൽബിയായ അഖീദ, ഖൽബിയായ ഈമാനാണ് ഖൗഫ്. അത് അള്ളാഹ് കണ്ടാലും കൊടുക്കാൻ പറ്റില്ല. അതിന് ഭയം എന്നാ പറയാ, ബോധം. അതായത് അള്ളാഹിനോടുള്ള ഒരു ഖൗഫില്ലേ, അത് ശൈത്താനോട് പറ്റൂല. അതീതമായ ഖൗഫ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ വസ്വസ് ഫീ സുദൂരിൻ നാസ്, അത് പറ്റൂല. ഖുർആൻ കൊണ്ട് നസ്സല്ലേ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പറ്റുന്നത് കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അനുഭവം വേദിയില്ലെങ്കിലും ഇങ്ങോട്ട് നമ്മൾ സ്വാധീനിക്കാൻ കഴിയും. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹും. അതുണ്ട്. പക്ഷെ അതുകൊണ്ട് വിശ്വാസം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞെന്താ? ഒന്നുമില്ല. നമുക്ക് ഹിസ്നുൽ മുസ്ലിം, രാവിലത്തെ അദ്കാർ, വൈകുന്നേരത്തെ അദ്കാർ, ആയത്തുൽ കുർസി കിടക്കുമ്പോൾ ഓതുക, കൃത്യമായിട്ട് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇത്രയേ ഉള്ളൂ. വേറെ ഒരു വഴിയില്ല. വേറൊന്നും ചെയ്യാനില്ല, വേറൊന്നുമില്ല. മാത്രമല്ല അവർക്ക് ഒന്നും ഇല്ല, ബിഇദ്നില്ല, ചെയ്യാനും സാധ്യമല്ല. ഉറപ്പാണത്. അതുകൊണ്ട് അങ്ങനത്തെ ആ അർത്ഥത്തിലുള്ളൊരു ഖൗഫ് വന്നാൽ ആ ഖൗഫ് ശിർക്കാവും. കാരണം ഇല്ല ബിഇദ്നില്ല. അതിനപ്പുറത്ത് ഖൗഫ് വരുമ്പോ പിന്നെ അള്ളാഹ് നമുക്ക് എന്തോ സംശയമുള്ള പോലെ, അത് അപകടമാണ്. പോയി പോവും. പിന്നൊരു കാര്യമില്ല, 23 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ ക്ലാസ് എടുത്തു. നിരന്തരം ക്ലാസ്സുകൾ. ജിന്നിനെ പറ്റി ചർച്ച ചെയ്തെങ്കിലും ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടോ? പറയാൻ അർഹതയുള്ളതാരാ ശരിക്കും പറഞ്ഞാൽ? വഹി കിട്ടുന്ന പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് ചോദിച്ചപ്പോ പറഞ്ഞു അവരുടെ ഭക്ഷണം എല്ലാം അതാണ്. അതേ ഞാൻ പറയുന്നത്. അതായത് ഹദീസിന്റെ കിതാബുകളിലൊന്നും ഈ ചർച്ചയില്ല. എന്നെ വിളിച്ചു തുടക്കത്തില്, അല്ല മോനെ നീ നമ്മളെ എതിർ ഗ്രൂപ്പാണെന്ന് കേട്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ക്യാൻറ്റോൺമെന്റ് ഉള്ളിൽ ഉണ്ടായല്ലേ, മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഷേഖേ ഇതൊരു ആവശ്യമില്ലാത്ത വിഷയമല്ലേ, അവാബന്നാസ് അറിയാം. അന്ന് ഇതൊന്നല്ല വിഷയം. അന്ന് വിഷയം എന്താ? യായിബാദുള്ളയാണ്. ജിന്നൊന്നും ആൾ വിഷയമേ ഇല്ല. യായിബാദുള്ള എന്ന ലൈഫായ ഹദീസാണ് ചർച്ച. ഞങ്ങളുടെ ഷേഖ അത് പിന്നെ അവാബന്നാസ് അറിയേണ്ട ഒരു സംഗതിയേ അല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല മോനെ, നമുക്കത് വ്യക്തമാക്കി കൊടുക്കണ്ടേ, ഇൽമിനെ മറച്ചു വെക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇൽമിന്റെ നമ്മളൊക്കെ സെക്യുലർ എല്ലാം ക്ലാസ്സും ബസ്സൊക്കെ എല്ലാം കേട്ടിട്ടില്ലേ അടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കൂടെ അങ്ങനെ പോയത്. പക്ഷെ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് യായിബാദ് വിഷയം ചർച്ച ചെയ്യുന്നേ അങ്ങ് പോയി. അത് ചർച്ച എന്താണ്? ആ ഹദീസ് ദഈഫാണെന്നറിയാതെ ആരെങ്കിലും അമൽ ചെയ്തു പോയാൽ, ഇങ്ങനെയല്ലേ ചർച്ച തുടങ്ങിയത്. പിന്നെ അങ്ങ് പോയിട്ട് ജിന്നിനെ വിളിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള സ്ഥലത്തേക്ക് ചർച്ച എത്തി, അങ്ങ് പോയി. അത് നമ്മളെ KNMന്റെ അല്ലെങ്കിൽ KJUവിന്റെ മുൻഗാമികളായ ഉലമാക്കൾ ഇതൊന്നും അറിയാത്തവരാ. ഞാൻ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ ഈ പറയുന്ന അമാനി മൗലവി, ഉമർ മൗലവി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതന്മാരല്ലേ, അവരിത് കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ചർച്ച കേട്ടിട്ടുണ്ടാവില്ലേ? പക്ഷെ അവർക്കൊക്കെ ബസീറത്തുണ്ട്.
ഉൾക്കാഴ്ചയുള്ള ആലിമീങ്ങളാണ്. അവാമുന്നാസിന് ഒരു ഉപകാരവും ഇല്ലാത്ത വിഷയത്തെ അവർ മനഃപൂർവ്വം ഒരു ഭാഗത്തേക്ക് മാറ്റി. അതിൽ ഖൈറും ഇതില്ല, ശരിയായിരുന്നു. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. ആ ചെറിയൊരു വിഷയം അവാമുന്നാസിന് അറിയിച്ചു കൊടുക്കുന്നത് വലിയ അബദ്ധമായിട്ട് മാറി. സത്യം പറഞ്ഞാൽ ഇരുനില വീടുള്ള ചില ആളുകൾ അവർക്ക് രാത്രി മുകളിലേക്ക് ഒറ്റക്ക് കയറാൻ ഇപ്പൊ പേടിയാണ്. ഈ ചർച്ച വന്നതിന് ശേഷം അവിടെ ജിന്നുണ്ടാവുന്ന വെച്ചിട്ട് കണ്ണൂർ ജില്ലയിൽ ഒരു പെണ്ണ് തലാക്കായി. പക്ഷെ എന്തെന്നറിയോ, ഇവൾക്ക് തോന്നുകയാണ് ഇവളുടെ അടുത്ത് ആരോ വരുന്നുണ്ട് രാത്രിയിൽ. കളങ്ങനെ വരുമെന്ന് ചർച്ച വന്നു. ഭർത്താവിനെ പോലത്തെ ഒരാൾ വരുന്നുണ്ട്, ഇല്ല, വിശ്വാസായി, ഭ്രാന്തായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നും ജിന്നിനെ പറ്റില്ല. ഖുർആനിൽ ജിന്നുള്ള പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടാവും? ആ ഒരു ടീമിനെ പറ്റി നമുക്ക് അറിയിച്ചതാ ഇങ്ങനത്തെ ഒരു സൃഷ്ടിയുണ്ട്, ഇതാണ് അവരുടെ അവസ്ഥ, അതുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. ഖലാസ് കൈ, ബാക്കി ഒരു ബന്ധമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ശൈത്താൻ വന്നു. അറിയാലോ, ആ സക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി നിന്നപ്പോൾ പറഞ്ഞോട്ട് എന്താ, ശൈത്താന്റെ ഷർറിൽ നിന്ന് കാവൽ കിട്ടണമെങ്കിൽ ആയത്തുൽ കുർസി ഓതിയാൽ മതി. ഖലാസ് കൈ, നമുക്ക് കിട്ടേണ്ടത് കിട്ടി. പക്ഷെ ഇത് അതിന്റെ അപ്പുറത്തേക്ക് പോയി അപകടം. അതുകൊണ്ട് പറഞ്ഞ നിലക്കാണെങ്കിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പറയപ്പെട്ട അഞ്ചിന് ഏതെങ്കിലും ഒന്നുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, എത്തിപ്പെടാൻ സാധിക്കാത്തതിനാണ് ഗൈബ് എന്ന് പറയുക. അഖീദ ഗൈബാണ്. നമ്മളോട് فإن جميع أمور العقيدة الإسلامية ومسائلها, ഇസ്ലാമിലെ അഖീദയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ മസ്അലകളും അല്ലതി യജിബു അലൽ അബ്ദി അൻ യുഅ്മിന ബിഹ, ഒരടിമക്ക് അത് വിശ്വസിക്കാൻ നിർബന്ധമാണ്. വയഅതഖിദഹാ മിനൽ ഗൈബി, അത് ഗൈബിൽ പെട്ടതാണെന്ന് ഉറച്ചു വിശ്വസിക്കലും നിർബന്ധമാണ്. ഇതുപോലെ കൽ ഈമാനി ബില്ലാഹ്, അള്ളാഹനെ വിശ്വസിക്കുന്നത് കണ്ടിട്ടും തൊട്ടിട്ടും അറിഞ്ഞിട്ടുമാണോ? അല്ല, അതാണ് ഈമാൻ, അതാണ് അഖീദ. വമലായികതിഹി, ഇതൊന്നും നമുക്കില്ല, ഒരു ഹിസ്സ് കൊണ്ട് അറിയില്ല. വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി വഅദാബിൽ ഖബ്രി വനഈമിഹി, ഖബറിലെ അദാബ്, ഖബറിലുള്ള നിഅമത്തുകൾ, വഗൈറ ദാലിക മിൻ ഉമൂരിൽ ഗൈബ് التي يعتمد في الإيمان بها على ما جاء في كتاب الله وسنة رسوله صلى الله عليه وسلم. ഇതേപോലെ അള്ളാന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും വെച്ചുകൊണ്ട് മാത്രം അറിയാവുന്ന സംഗതികൾ. വേറെ ഒരു നിലക്ക് നോക്ക്, ഖബറിന്റെ ഉള്ളിലുള്ള അദാബ് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചോദിക്കുന്നു, എങ്ങനെയപ്പാ പിടിച്ചിരുത്തല്, കിടക്കാൻ തന്നെ സ്ഥലമില്ലല്ലോ, എങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിന്റെ ദണ്ട് പൊന്തിക്കല്, അവിടെ സ്ഥലമുള്ളത്. അതാണ് യുഖദ്ദിമൂനൽ അഖൽ അലൻ നസ്, നസിന്റെ അപ്പുറത്ത് അവർ ബുദ്ധിയെ മുന്തിച്ചു. അപ്പൊ തന്നെ അവർ അഖീദ പോയി, അവർ ഖൽഫകളായി. അവര് ചോദിക്കുമ്പോൾ നമുക്ക് പറയണമെന്ന് വെച്ചാല്, ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമുക്ക് പിടുത്തം കിട്ടാത്തത് ഖുർആനും ഹദീസും പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. അതാണ് അഖീദ, അതാണ് ഗൈബിയായ കാര്യം എന്ന്, അഖീദത്തുൻ ഗൈബിയ്യ. وقد أثنى الله تعالى على الذين يؤمنون بالغيب, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരെ അള്ളാഹു പുകഴ്ത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب. രണ്ടാമത്തേത്, ഇതാണ് അഖീദന്റെ ഒരു പ്രത്യേകത, അത് ഗൈബിയായ കാര്യത്തിലുള്ള മുഅ്മിനിന്റെ ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ അസ്ഹാബുകളൊന്നും നമ്മളെ ഇഖ്വാനെന്നും വിളിക്കാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി ഉഹദിൽ നിന്ന് ലാസ്റ്റ് സിയാറത്തിൽ പോയി, ബഖീൽ സിയാറത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ പറഞ്ഞല്ലോ, എന്റെ സഹോദരങ്ങളെ സഹോദരങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞു. ഇപ്പൊ സഹാബത്ത് ചോദിച്ചു, നമ്മളല്ലേ അങ്ങയുടെ ഇഖ്വാൻ? അല്ലാഹു അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളാണ്. എന്റെ ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ യുഅ്മിനൂന ബി, അവർ എന്നെ വിശ്വസിക്കുന്നു, പക്ഷെ എന്നെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതാണ് ശരിക്കുള്ള ഈമാൻ. രണ്ടാമത്തേത് അഖീദത്തുൻ ഷാമില, ദീനുൽ ഇസ്ലാമിന്റെ അഖീദ എന്തെങ്കിലും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഹിതിയാണ്. ഉദാഹരണത്തിന് മൂന്ന് കാര്യങ്ങളുമായി പ്രധാനമായും നമ്മുടെ അഖീദ ബന്ധപ്പെട്ട് കിടക്കുന്നു.
ശുമൂലുൽ ഇബാദ, ഇബാദത്തും അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് വിശ്വാസം ശരിയാവാത്ത ഒരാൾക്ക് എന്തില്ല? ഇബാദത്തില്ല ഓൾറെഡി. എന്നാൽ ഇബാദത്തിൽ പെട്ടത് തന്നെ ചില വിശ്വാസപരമായ കാര്യങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഫൽ ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ശൈഖുൽ ഇസ്ലാമിന്റെ നിർവചനം ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാൽ അല്ലെങ്കിൽ അഫ്ആൽ അദ്ദാഹിറ വൽ ബാത്തിന. അതാണ് ഇബാദ. ബാഹ്യവും ആന്തരികവുമായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അവനെ ഇഷ്ടപ്പെടുത്താനും വേണ്ടി ചെയ്യുന്ന പറയുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും ഇബാദത്താണ്. അതിലേതൊക്കെ പെടും? അപ്പോ കൽബിയായത് പെടും. കൽബിയായ ഇബാദത്ത് പെടും. കൽ മഹബ്ബ, സ്നേഹം പോലെ, വൽ ഖൗഫ്, ഭയം പോലെ, വറജ, പ്രതീക്ഷ പോലെ, വത്തവക്കുൽ, ബലമേൽപ്പിക്കൽ പോലെ. അപ്പൊ ഇതൊന്നും ആരോട് പാടില്ല? അള്ളാഹു അല്ലാത്ത ഒരു സാധനത്തിനോടും പാടില്ല. കാരണം അതെല്ലാം കൽബിയായ ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അതാണ് ശരിയായ ഇസ്ലാമിന്റെ അഖീദ. അതല്ല അല്ലാത്തൊരു അഖീദയിലേക്ക് പോയാൽ ഈമാൻ ബാത്തിലായി. അതേപോലെ കൽബിയായതുപോലെ തന്നെ ഖൗലിയായതും ഇബാദത്തുകളിൽ പെടും. അതും അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. ദിക്രി, ദിക്ർ പോലെ, വൽ അംരി ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക, വന്നഹി അനിൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങളെ തടയുക, വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക, അത് ഖൗലിയായ ഇബാദത്താണ്. അതും അതിൽപ്പെടും. അതേപോലെ വതശ്മുലുൽ ഇബാദത്തുൽ ഫിഇലിയ്യ, പ്രവർത്തനത്തിനുള്ള ഇബാദത്തും അതിൽപ്പെടും. നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെയുള്ളത്. മാലിയായതും പെടും, സക്കാത്ത് പോലെ, സദഖ പോലെ. അപ്പൊ ചുരുക്കത്തിൽ എല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരുത്തന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇസ്ലാമിന്റെ അഖീദയുടെ പ്രത്യേകതയാണ്. വതശ്മുലു കദാലിക ശരീഅത്തു കുല്ലുഹ, ഇത് മാത്രമല്ല ശറഇൽ നിയമമാക്കപ്പെട്ടതെല്ലാം അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. ഫഇന്നൽ അബ്ദ, കാരണം ഒരടിമ ഇദാ ജിതനബൽ മുഹറമാത്, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ ഒഴിവാക്കിയാൽ, വഫഅലൽ വാജിബാത്, നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു, വൽ മൻദൂബാത് വൽ മുബാഹാത്, അനുവദിക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ടതും ഒക്കെ ചെയ്തു, മുബ്തഗിയൻ ബിദാലിക വജ്ഹ അല്ലാഹി തആല, എങ്ങനെ ചെയ്തു? ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴല്ല, മറിച്ച് അള്ളാന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ കാന ഫിഅലുഹു ദാലിക ഇബാദ, അത് ഇബാദത്താണ്. യുസാബു അലൈഹ, അത് ചെയ്തവന് കൂലി കിട്ടുകയും ചെയ്യും. ഈ വിഷയം ഇൻഷാ അല്ലാഹ് തൗഹീദുൽ ഉലൂഹിയ്യ സംസാരിക്കുമ്പോൾ വിശദമായി വരും. ഒന്നുകൂടെ, രണ്ടാമത്തത് അന്നഹ തശ്മുലു ഇലാഖത്തൽ അബ്ദി ബിറബ്ബി, അഖീദ ഒരടിമയെ അവന്റെ റബ്ബുമായിട്ടുള്ള എന്താണ്? ബന്ധമാണ്, അടുപ്പമാണ്. അതായത് തൗഹീദുൽ റുബൂബിയ്യ, പിന്നെ തൗഹീദുൽ ഉലൂഹിയ്യ, അതിൽ തന്നെ വലാ ബറാ, ഇതൊന്ന് അല്ലാഹുമായിട്ടുള്ള അടിമയുടെ ബന്ധം. മറ്റൊന്ന് ഇലാഖത്തുൽ ഇൻസാനി ബിഗൈരിഹി മിനൽ ബശർ, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടവരോടുള്ള ചില ഹക്കുകൾ. ഒരടിമക്ക് റബ്ബിനോടുള്ള ഹക്കുകളും പിന്നെ അടിമക്ക് അടിമകളോടുള്ള ഹക്കുകളും, അതും അഖീദയിലും ഇബാദത്തിന്റെ പരിധിയിലും പെടുന്ന കാര്യമാണ്. വദാലിക ഫീ മബാഹിസ് തൗഹീദ് ബിൻ തൗഹീദിന്റെ 3 വിഭാഗങ്ങൾ പറയുമ്പോൾ വലാഉം ബറാഉം ഒക്കെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ വിശദമായി തന്നെ സംസാരിക്കും. മതിയല്ലേ? അല്ലാഹു നന്നായി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.